ഹലോ, എന്താ എടാ? ഇവിടെ ഞാൻ പായസം കൊണ്ടുവന്ന് അടുക്കള വെച്ചിട്ടുണ്ട്, അവളുടെ അടുത്ത് കഴിച്ചത്. ഏതായാലും നമ്മുടെ ഒരു ഭാഗ്യമാണല്ലോ. എത്ര വർഷമായിട്ടാ നമ്മളൊരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഏതായാലും ആ കാട്ടുവൈദ്യൻ്റെക്ക് പോയത് ഭാഗ്യമായിപ്പോയി. കാട്ടുവൈദ്യന? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ നിന്നെ വിളിച്ചോളാം കേട്ടാ. ഓക്കെ ശരി. ഇതെന്നാ ബിന്ദു ഇത്? എന്താ ബക്കറ്റൊക്കെ എടുത്തോണ്ട് തന്നെ? അല്ല, ബക്കറ്റ് ഞാൻ എന്നും എടുക്കുന്നതാണല്ലോ. അല്ല, ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എടുത്തോണ്ട് വരൂല. അതെന്തിന്? അല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമ്മളൊരു ജോലിക്കാരായിട്ട് ഒരു പെണ്ണിനെ നിർത്തിയിട്ടുണ്ടല്ലോ. ഇവിടെ ഇരുന്നേ. ശരീരം അങ്ങനെ ഒരുപാട് അനങ്ങാൻ പാടില്ലാന്ന്. സത്യമായിട്ടായിരുന്നു. എനിക്കിപ്പോ എന്താ കുഴപ്പം? നീ അവിടെ ഇരുന്നേ. എന്താ? നമ്മളൊരു കുഞ്ഞിക്കല് കാണാൻ വേണ്ടി എത്ര വർഷമായിട്ട് ആഗ്രഹിക്കും. ഓടുന്നു. എന്തിനാ ഇങ്ങനെ വിഷമമുള്ള കാര്യം എന്നെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് കേൾക്കുമ്പോ തന്നെ എനിക്ക് സങ്കടപ്പെടണ്ട. എന്തായാലും ഇന്നൊരു തീരുമാനം ഉണ്ടാവും. എനിക്ക് വേറെ ജോലി ഉണ്ടൊന്ന് അതല്ല ബിന്ദു, അതല്ല. എന്നാന്നറിയാമോ, ഞാന് ഒരു കാട്ടുവൈദ്യൻ്റെക്ക് പോയായിരുന്നു. എന്തോ ഒരു കള്ളത്തരം. സത്യം പറയാം. നീ ചരിത അനങ്ങല്ലേ. ഞാന് ഇന്നൊരു കാട്ടുവൈദ്യൻ്റെക്ക് പോയി. അപ്പൊ അവിടുന്ന് ഒരു നിവേദ്യം തിന്നു, ഒരു പായസം. ആ പായസം നീ കഴിച്ചില്ലേ? അത് ഞാൻ കഴിച്ചു. ആ പായസം കഴിച്ചു കഴിഞ്ഞാല് ആകും, ശേഷം ഉണ്ടാവും. ശരിക്കും? പിന്നെ നിന്റെ പേരും നാളും പറഞ്ഞ് ഞാൻ ആ വഴുവ കഴിച്ചത്. അത് സത്യമായിട്ടും. എന്നിട്ട് എന്താ എന്നോട് പറയാഞ്ഞേ? നിന്നോട് പറയാൻ പാടുള്ളത് നീ അറിയാതെ കഴിക്കണം, എന്നാലേ അത് അതിന്റെ ഒരു ബലം ഉണ്ടാവുള്ളൂ. സത്യേട്ടാ, അപ്പം ശരിക്കും ഞാനൊരു അമ്മയാവോ? നീ ഒരു അമ്മയാകും, ഞാനൊരു അച്ഛനാകും, നമുക്കൊരു കുട്ടിയാകും. ഇനി എന്നുമിൻ പൊന്നുണ്ണിയല്ലേ, ഒളിമിന്നി നീ എന്നുള്ളിലാകെ. റെസ്റ്റ് എടുക്കണം, നമുക്ക് റെസ്റ്റാണ് വേണ്ടത്. ഏതായാലും നമ്മൾ കുറെ കാലത്തിന് ശേഷം ഞാൻ ആ കാട്ടുവൈദ്യനെ കണ്ടു. നിന്റെ ബിന്ദു തൃക്കേട്ട നാളില് ഞാൻ ആ വഴിപാടം കഴിച്ചു. സത്യേട്ടാ, ഒരു കുഴപ്പമുണ്ടാവുമെന്ന് തോന്നുന്നു. എന്തുപറ്റി? ഞാനേ ആ പായസത്തിന്റെ പകുതിയേ നമ്മുടെ വീട്ടിലെ ജോലിക്കാരി ബിന്ദു ഇല്ലേ, അവക്ക് ഞാൻ കൊടുത്തു. ബിന്ദുവിന് പായസത്തിന്റെ പകുതി ഞാൻ കൊടുത്തു. അല്ല, അത് കുഴപ്പമില്ല, പേടിച്ചു പോയി. അത് കുഴപ്പമില്ല. എന്നാ അറിയുമോ, ഞാനിപ്പം നിന്റെ പേരും തൃക്കേട്ട നാളിലുമാണല്ലോ നടത്തിയ. അപ്പൊ അവിടെ പേര് ബിന്ദുവാണെന്ന് വെച്ചുകൊണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിന്നെ കുറിച്ചല്ലേടി ഞാൻ ആലോചിച്ച് അത് നിനക്ക് വേണ്ടി ചെയ്തതല്ലേ. അപ്പൊ അത് അങ്ങനെ ഒരിക്കലും വരും ഇല്ലല്ലേ. അപ്പൊ നമുക്ക് പെൺകുഞ്ഞാണെങ്കിൽ എന്ത് പേരാ സത്യേട്ട ഇടുന്നത്? എന്തെങ്കിലുമൊക്കെ ആകട്ടെ, എന്നിട്ട് നമുക്ക് പേര്. ഞാനല്ല, ആട് കരയണോ? ആരേട്ടാ? ചേച്ചിയെ, എന്താ മോളെ? എനിക്ക് പെട്ടെന്നൊരു ഛർദിലും തലകറക്കും ഒക്കെ. ഞാനേ ഒന്ന് വീട്ടിൽ പൊക്കോട്ടെ ഉച്ചക്ക്. അവള് വീട്ടിൽ പൊക്കോട്ടെ. അവിടെ നാളെന്തോന്ന് ചോദിച്ചു. അവിടെ നാളെന്തോ ബിന്ദു, എന്താ സാറേ പേരെന്താ? നിന്റെ നാളെന്താന്നാ പറഞ്ഞേ? തൃക്കേട്ട. തൃക്കേട്ട. ശരീരത്തിന് റെസ്റ്റ് കൊടുക്കും. അല്ല, അത് റെസ്റ്റ് വേണമല്ലോ. അല്ല, എന്റെ നമ്മുടെ ഞങ്ങളുടെ സാറേ, ഞാൻ പോണെന്ന് പറഞ്ഞപ്പോ മുതൽ നിങ്ങൾക്ക് എന്താ ഒരു വിഷമം? ഞാൻ എല്ലാ പണി ചെയ്ത് വെച്ചിട്ടേ പോവുള്ളൂ. അല്ല, അതല്ല അതിന്റെ അത് വേറെ ഒരു ചെറിയ ഇത് ഞാനൊന്നും അറിഞ്ഞോണ്ടല്ലോ ബിന്ദു, ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. ഇതിപ്പം വൈദ്യം കൊടുത്തതല്ലേ, ഞാനല്ലല്ലോ. എന്റെ പൊന്നെ, എന്നെ ഇങ്ങനെ സംശയിക്കില്ല. നീ ഇങ്ങനെ കരയാതെ സൂക്ഷിച്ച നമുക്ക് സമാധാനം ഉണ്ടാക്കാം. അയ്യോ, നീ സങ്കടപ്പെടാതെ. ഞാൻ
ചേച്ചി എനിക്ക് തല ഇറങ്ങുന്ന ചേച്ചി. അതെ, എനിക്ക് കൊണ്ടടി കറക്കം. ആണോ? അയ്യോ, അത് കാര്യം പറഞ്ഞു മനസ്സിലാക്കാവളെ, അല്ലെങ്കിൽ പിന്നെ തെറ്റിദ്ധരിക്കും. മോളെ, ഓ എന്താന്നറിയോ? സത്യേട്ടനെ ഓ ഏതോ ഒരു വൈദ്യന്റെ അടുത്ത് പോയിട്ട് ഒരു മരുന്ന് കൊണ്ടുവന്നു, പെട്ടെന്ന് ഗർഭിണിയാവാൻ വേണ്ടിട്ട്. അതിന്റെ പകുതി ഞാൻ നിനക്കും തന്നു. അത് പകുതി അത് കുടിച്ചിട്ടായിരിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആണ്. ഫോൺ അടിക്കുന്ന സത്യേട്ടൻ ഫോണ്. ഹലോ. ഹലോ. ആ എടാ എങ്ങനെയുണ്ട്? ഇവിടെ പ്രശ്നമായി. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ പ്രശ്നമാണ്. ആണോ? ആ. ഇവിടെ ഇപ്പൊ ഞാൻ അതെ ഒരു കുഴപ്പം പറ്റിയത്, വേലക്കായിട്ട് പണിക്കൊന്ന് പെണ്ണ് നിന്നിട്ടേ, ആ. അവള് ഛർദിച്ചു, പിന്നെ വൈഫ് ഛർദിച്ചു, അങ്ങനെ മൊത്തത്തിൽ ഛർദിലായി. നീ ഒരു കാര്യം ചെയ്യ്. ആ എത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് വിട്ടു. ആനാ എടാ എന്റെ ഭാര്യക്ക് ആ. ശർദ്ദൽ കൂടിയിട്ടേ ഡോക്ടർ പറഞ്ഞതേ ആ. അത് ഫുഡ് പോയിസൺ എന്നാണ്. ആണോ? ആ കാട്ടുപോയി നമ്മളെ പറ്റിച്ച്. ആ ആഹാ എന്നാ ശരിയെന്നാ. ഹലോ. ഞാൻ അവളെ അനിയത്തിയായിട്ട് ഏറ്റെടുത്തോളൂ. നല്ല കളിയാ. ഇത് സംഭവമൊന്നും ഇല്ല ഇവിടെ, ഒരു കുഴപ്പമില്ല. അതേ ഒരു അബദ്ധം പറ്റിയതാ. ആ കാട്ടുവൈദ്യം തന്ന പായസം ഇല്ലേ, അത് ഫുഡ് പോയിസൺ അടിച്ചതാ. അത് കഴിച്ച എല്ലാവർക്കും ഛർദില്ല. എല്ലാരും പെട്ടെന്ന് ആശുപത്രി പോകാൻ പറഞ്ഞു. അല്ല അതെന്താന്ന് വെച്ചാൽ നമുക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ എന്റെ ബിന്ദു ഞാനിങ്ങനെ. കുഞ്ഞുകാല് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കാട്ടുവൈദ്യന്റെ പോയി പായസം അല്ല ഉണ്ടാക്കട്ടെ നിങ്ങൾ. ബാക്കി എനിക്കറിയാം. കൊണ്ടുപോവാൻ മനുഷ്യ എന്നെ